പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തു സഹോദരരെ, ഇന്ന് വിവാഹമെന്ന ഉല്ലാസത്തിലൂടെ ഒരു പുതിയ കുടുംബത്തിന് തുടക്കം കുറിക്കുന്ന ഫെലിക്സ് ജോർജ് ഫെബിൻ തോമസ് പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളിവിടെ ആയിരിക്കുക ഒരു പുതിയ കുടുംബം സ്ഥാപിക്കുന്നതിന് സാക്ഷികളാകുവാൻ വേണ്ടിയാണ്. ഇന്ന് വിവാഹമെന്ന ഉദാസനയിലൂടെ ഫെലിക്സും ഫെബിനും ഒരു പുതിയ കുടുംബം തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുണ്ടായിരിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, നിങ്ങൾക്ക് പരസ്പരമുള്ള സ്നേഹം. രണ്ടാമതായിട്ട്, നിങ്ങൾക്ക് പരസ്പരമുള്ള ഐക്യം. മൂന്നാമതായിട്ട്, നിങ്ങൾക്ക് പരസ്പരമുള്ള വിശ്വസ്തത. ഈ 3 ഗുണങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ട് നിങ്ങളിന്ന് തുടങ്ങി വയ്ക്കുന്ന ഈ കുടുംബജീവിതം ജീവിച്ച് തീർക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ കുടുംബജീവിതം തുടങ്ങുമ്പോൾ കൂടെ ഉണ്ടായിരിക്കേണ്ട, കൂടെ കൊണ്ടുനടക്കേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ദൈവമാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്തുകൊണ്ട് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നിങ്ങൾ ഈ കുടുംബജീവിതം തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾക്ക് താങ്ങായി തണലായി ആശ്വാസമായി ദൈവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇവിടെ കൂടിയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഇവരുടെ ഈ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇവർ എല്ലാവരെയും പോലെ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ട് നല്ല മാതൃക കൊടുക്കുന്ന ഒരു കുടുംബമായിട്ട്, ഒരു കുടുംബം പോലെ സന്തോഷത്തിലും ഐക്യത്തിലും ജീവിക്കുന്ന ഒരു കുടുംബമായിട്ട് മാറുവാനുള്ള കൃപയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരുടെ ജീവിതത്തിന് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഈ ബലി നമുക്ക് തുടങ്ങാം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്തുവിൻ്റെ അനന്തമായ സ്നേഹം പ്രകടമാക്കുന്ന ഈ ദിവ്യയാഗം യഥായോഗ്യം അർപ്പിക്കുന്നതിന് നമ്മുടെ പാപങ്ങളെ പറ്റി പശ്ചാത്തലപിക്കുകയും അവിടുത്തെ സ്നേഹവും കാരുണ്യവും യാചിക്കുകയും ചെയ്യും. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ പറയുന്നു, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷിക്കാനും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വിഴ, എൻ്റെ വലിയ വിഴ. ആകയാൽ എൻ്റെ കന്യകയായ വിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവേശ്വര, അങ്ങ് മാനവ സൃഷ്ടി ചെയ്തപ്പോൾ പുരുഷനും സ്ത്രീയും ഒന്നാകുവാൻ തിരുവുള്ളമായല്ലോ. അങ്ങയുടെ പ്രിയമക്കളായ ഫെലിക്സ് ജോണിനെയും ഫെബിൻ തോമസിനെയും വിവാഹബന്ധത്താൽ സമ്മേളിപ്പിച്ച് ഇവരുടെ നിർമ്മല സ്നേഹം ഫലസമ്പന്നമാകണമേ. ഇവരും ഒന്നിച്ച് ഈ ലോകത്ത് അങ്ങയുടെ ദിവ്യ സ്നേഹത്തിന് സാക്ഷികളായി ശോഭിക്കുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ദൈവമായ കർത്താവ് ചെയ്തു മനുഷ്യൻ ഏകനായിരിക്കുന്നതല്ല, അവനെ പോലെയുള്ള ഒരു സഹായിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും. ദൈവമായ കർത്താവ് ഭൂമിയിലെ എല്ലാ മൃഗങ്ങളെയും
അധ്യായം 19 വാക്യങ്ങൾ 1 മുതൽ 6 വരെ. അക്കാലത്ത് പരിസയ്യർ യേശുവിൻ്റെ അടുത്ത് നിന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷനും പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, ഇവർ ഇരുവരും ഏക ശരീരമായി തീരുമെന്നും അവിടുന്ന് അരുളിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും ഒരു രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവവചനമാണ്. പുരോഹിതന്റെയും സമൂഹത്തിന്റെയും വെച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ പ്രകാശയാൽ മുദ്രണം ചെയ്തുറപ്പിക്കുവാനാണല്ലോ നിങ്ങളെ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പൗത്രീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴാകട്ടെ ഒരു പ്രത്യേക ഉദാശയാണ് നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും യഥാർത്ഥം നിർവഹിച്ച് ആജീവനാന്തം പരസ്പര വിശ്വസ്ത പാലിക്കുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാ സമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുന്നത്. ഫെലിക്സ് ജോൺ ഫെബിൻ തോമസ്, നിങ്ങൾ വിവാഹിതരാകുവാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അനുകൂലവും സ്വാതന്ത്ര്യത്തോടും കൂടെയാണ്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാൻ സന്നദ്ധരാണ്. ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്തുവാനും സന്നദ്ധരാണ്. വിവാഹം ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ വലതു കൈ ചേർത്ത് വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെ മുൻപാകെ സമ്മതപ്രകടമാക്കുക. സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കുന്നു വാഗ്ദാനം ചെയ്തു. ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ സഭാസുരക്ഷകൾ ലഭിച്ച പരസ്പര സമ്മതം കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹാശിച്ചുകൊണ്ട് നിങ്ങളെ സമ്പന്നരാകട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവമേ, ഈ താരീഖുകളും ആശീർവദിക്കണമേ. ഇവ ഈ ദമ്പതികളുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായിരിക്കണം.
ദൈവമേ പ്രസാദത്തിന്റെ അടയാളമായ ഈ മന്ത്രം കൂടി ആശ്രയിക്കണം. ജ്ഞാനസ്നാനാവസരത്തിൽ പ്രസാദപരമായി ക്രിസ്തുമായ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനബന്ധത്തിന്റെ പ്രതിബന്ധമായി ജീവിച്ച് സ്വർഗത്തിൽ മക്കളുടെ വസ്ത്രം അറിയുവാൻ അനുഗ്രഹിക്കണം. വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചു. തിരുസഭയെയും സർവ്വലോകത്തെയും വിശേഷിച്ച് വിവാഹത്തിൽ വെച്ച് ഈ സഹോദരനെയും സഹോദരിയെയും സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൈസ്തവ സമൂഹം മുഴുവൻ സ്നേഹത്തിലും ജീവിത വിശുദ്ധിയിലും നാട്ടുനാൾ പൊരുത്തപ്പെടുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാനായിലെ കല്യാണത്തിന് വിശുദ്ധീകരിച്ച ക്രിസ്തുനാഥ ഇന്ന് വിവാഹബദ്ധരായ ദമ്പതികളെ അനുഗ്രഹിക്കുകയും അവരുടെ ഹൃദയങ്ങൾ നിർമ്മലവും ഉദാരവുമായ സ്നേഹത്തിൽ എന്നേക്കും യോജിപ്പിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവർ സന്താനങ്ങളാൽ അനുഗ്രഹിതരാകുവാൻ മക്കളിൽ ചെയ്യുന്ന സ്നേഹം ഇവർക്ക് പൂർവ്വനായി തിരിച്ചെടുക്കുവാൻ ഇടയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം ഇവരുടെ ഹൃദയങ്ങളിലും കുടുംബത്തിലും എപ്പോഴും നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രിസ്തീയ ഭവനങ്ങളും വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും ഉത്തമ മാതൃകളായി പ്രസംഗിക്കുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവ്വസ്വതന്ത്രമായ ദൈവമേ, അങ്ങയുടെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിവാഹത്തിൽ ബന്ധിതരായിരിക്കുന്ന അങ്ങയുടെ ഈ മക്കളെ തൃക്കൺമാർക്കണമേ. സ്വർഗത്തിൽ നിത്യാനന്ദത്തിൽ വീണ്ടും സംയോജിപ്പിക്കപ്പെടുന്നതുവരെ സ്നേഹത്തിൽ വളരുവാനും ജീവിത ക്ലേശങ്ങളും വൈഷമ്യങ്ങളും ഒരുമിച്ച് തരണം ചെയ്യുവാനും വേണ്ട കൃപാവരം ഇവർക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടേൽക്കണമേ. Oh,
നിങ്ങളുടെയും മേലിൽ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവമേ, പ്രശസ്തമായ വിവാഹ ഉടമ്പടിയുടെ പദ്ധതിക്കായി ഞങ്ങൾ അർപ്പിക്കുന്ന തിരുമുൽക്കാഴ്ചകൾ സ്നേഹപൂർവ്വം സ്വീകരിക്കണമേ. പവിത്രമായ ഈ ബന്ധത്തിന്റെ സ്ഥാപകനായ അങ്ങ് ഇതിന്റെ നിയന്താവുമായിരിക്കുവാൻ കഴിയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയം കർത്താവിലേക്ക് ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവേശ്വര പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ദൈവമേ, സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും അലംഘനീയമായ ശൃംഖലയിൽ പുരുഷനെയും സ്ത്രീയെയും അങ്ങ് പാവന ദാമ്പത്യത്തിൽ പ്രതിഷ്ഠിച്ചത് മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനും അങ്ങയുടെ മക്കളുടെ വർധനവിനും വേണ്ടിയാണല്ലോ. പിതാവേ, അങ്ങയുടെ പരിപാലനത്തിൽ ശിശുക്കളുടെ ജനനം മാനവലോകത്തിന് ഒരു ഭൂഷണമാണ്. ജ്ഞാനസ്നാനം വഴി അവർക്ക് ലഭിക്കുന്ന പുനർജനനം തിരുസഭയുടെ വളർച്ചയ്ക്ക് കാരണവുമാണ്. ആകയാൽ മാലാഖമാരോടും സകല വിശുദ്ധരോടും ഒന്നു ചേർന്ന് ക്രിസ്തുനാഥൻ വഴി അങ്ങയുടെ സ്തുതിഗീതങ്ങൾ ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. Hosanna
പിതാവേ, അങ്ങ് പരമപരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും നിത്യസ്തുതിക്കർഹനായ അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അങ്ങ് സർവവും ഉജ്ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ നിർമ്മലമായൊരു ബലി അങ്ങേക്ക് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ അങ്ങയുടെ തിരുമുമ്പിൽ ശേഖരിക്കുന്നതിൽ അങ്ങ് നിരന്തരം വ്യാപൃതനാണ്. പിതാവേ, ഏറ്റവും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേക്ക് അർപ്പിക്കുവാനായി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾ കാഴ്ചകൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പവിത്രമാക്കണമേ. ഇവ അങ്ങയുടെ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി മാറ്റുവാൻ കനിയണമേ. അവിടുത്തെ കൽപ്പനയനുസരിച്ചാണല്ലോ ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ കൊണ്ടാടുന്നത്. ക്രിസ്തുനാഥൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ഭാഗിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാകുന്നു. നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, ഇത് എൻ്റെ രക്തമാകുന്നു. നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം, നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി ചിന്തുവാതിരിക്കുന്ന എൻ്റെ രക്തം. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ ഈ മഹാരഹസ്യം നമുക്ക് പ്രഖ്യാപിക്കാം. മഹനീയമായ ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. അങ്ങയുടെ സഭയർപ്പിക്കുന്ന ഈ യാഗം തൃക്കൺ പാർക്കണമേ. ആത്മബലിയാൽ അങ്ങേ പ്രസാദിപ്പിച്ച അങ്ങേ പ്രിയപുത്രനെ ഈ ദിവ്യ ബലിയിൽ ദർശിച്ചാൽ അങ്ങയുടെ തിരുക്കുമാരന്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരാകുന്ന ഞങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതരായി ക്രിസ്തുവിൽ ഒരേ ശരീരവും ഒരേ ആത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. ക്രിസ്തുനാഥൻ ഞങ്ങൾ നിത്യമായ കാണിക്കയായി അങ്ങേക്ക് സമർപ്പിക്കുമാറാകട്ടെ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും വിശുദ്ധ ഔസേപ്പിനോടും അനുഗ്രഹീതരായ പുസ്തകന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഇന്നത്തെ തിരുനാൾ കാരണഭൂമിയായ വിശുദ്ധ ആഗ്നസിനോടും ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ സ്റ്റീഫനോടും മറ്റെല്ലാ വിശുദ്ധരോടുമൊക്കെ
തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാനിടയാക്കണമേ. ഇവരുടെ മധ്യസ്ഥത വഴി അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് എപ്പോഴും കൈവരുമെന്ന് പ്രത്യാശിക്കുന്നു. പിതാവേ, താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുന്നു. അങ്ങയോട് ഞങ്ങളെ രക്ഷിച്ച ഈ വരെ സമസ്ത ലോകത്തിനും ശാന്തിയും രക്ഷയും നൽകുവാൻ ഉപകരിക്കുമാറാണ്. അങ്ങയുടെ ദാസനായ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ഞങ്ങളുടെ രൂപാധ്യക്ഷനായ സ്നാപകമെത്താറുണ്ട് മെത്താൻ പദവിയിലും വൈദിക പദവിയിലും എല്ലാവരും ക്രിസ്തുനാഥൻ അങ്ങേക്കായി നേടിയെടുത്ത സകല ജനങ്ങളോടൊപ്പം ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന സമയം വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ തന്നെയാണ്. അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുവാൻ ഭാഗ്യം ലഭിച്ച ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവ്വം കേട്ടവരാണ്. കാരണവാനായ പിതാവേ, ലോകമെങ്ങുമുള്ള അങ്ങയുടെ എല്ലാ മക്കളെയും സംയോജിപ്പിക്കുന്നു. മരണം മൂലം നിങ്ങൾ വേർപെട്ട സഹോദരന്മാരെയും സഹോദരിമാരെയും അങ്ങേക്ക് പ്രിയങ്കരമായി ജീവിച്ച് ഈ ലോകത്തോടെ വിടവാങ്ങില്ലാതെയും അങ്ങയുടെ രാജ്യത്തിൽ ദയാപൂർവ്വം സ്വീകരിക്കണം. സകല അനുഗ്രഹങ്ങളുടെയും ക്രിസ്തു വഴി എല്ലാവരും അവിടെ ഒരുമിച്ച് പോകും. അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങൾ നിത്യനിവൃത്തിയടയുന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ വത്സലമക്കളായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരരെ, ക്രിസ്തുവിൽ വിവാഹിതരായ ഈ ദമ്പതിമാരെ ദൈവം അനുഗ്രഹാശിസ്സുകൾ കൊണ്ട് നിറയ്ക്കുന്നതിനും ഇവർ ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ സ്വീകരണം വഴി പരിശുദ്ധമായ സ്നേഹബന്ധത്താൽ ഏകീകൃതരായി ജീവിക്കുന്നതിനു വേണ്ടി നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. ദൈവമേ, അനന്തശക്തിയാലില്ലായ്മയിൽ നിന്ന് സമസ്തവും സൃഷ്ടിച്ച അങ്ങ് ആദിയിൽ തന്നെ പ്രപഞ്ച ക്രമീകരണം നടത്തിയ ശേഷം സ്വന്തം ഛായയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും പുരുഷന് സ്ത്രീയെ ജീവിതസഖിയായി നൽകുകയും ചെയ്തുവല്ലോ. അങ്ങനെ മേലിൽ അവർ രണ്ടല്ല ഒന്നാണെന്നും ഒന്നായിത്തീരുന്നവരെ ഒരിക്കലും വേർപെടുത്തുവാൻ പാടുള്ളതല്ലെന്നും അങ്ങ് പഠിപ്പിച്ചു. സർവേശ്വര, ക്രിസ്തുവും സഭയും തമ്മിലുള്ള ദിവ്യ ഐക്യം പ്രതിബിംബിക്കത്തക്ക വിധം വിവാഹ ഉടമ്പടിയെ അങ്ങ് മഹത്തായ ദിവ്യ രഹസ്യത്താൽ പവിത്രമാക്കുകയും ചെയ്തു. പിതാവേ, പരമേശ്വരനെ പുരുഷനെയും സ്ത്രീയെയും സംയോജിപ്പിച്ചുകൊണ്ട് പ്രഥമ സമൂഹത്തെ അങ്ങയുടെ അനുഗ്രഹത്താൽ ധന്യമാക്കിയല്ലോ. ഈ അനുഗ്രഹം മാത്രമേ ഉത്ഭവപാപത്തിന്റെ ശിക്ഷയാലോ ജലപ്രളയത്താലുള്ളവായ വിനാശത്താലോ നഷ്ടപ്പെടാതെയുള്ളൂ. പിതാവേ, അങ്ങയുടെ പ്രിയമകനെ അനുഗ്രഹിക്കണമേ. ഇയാൾ ഭാര്യയെ തന്റെ ജീവിതത്തിന്റെ പങ്കാളിയും നിത്യസമ്മാനത്തിന് അവകാശിയുമായി ആഗ്രഹിക്കുവാനും ക്രിസ്തുനാഥൻ സഭയെ നിരന്തരം സ്നേഹിച്ചതുപോലെ എന്നും സ്നേഹിക്കുവാനും അനുഗ്രഹിക്കും.
അനുഗ്രഹിക്കണമേ. പിതാവേ, അങ്ങയുടെ പ്രിയമകളെ നിൽക്കാൻ പാർക്കണമേ. വിവാഹബന്ധത്താൽ ഭർത്താവുമായി ഒന്നായിത്തീർന്ന വധുവിനെ അനുഗ്രഹിക്കണമേ. ഇവർ വിശുദ്ധ ലിഖിതങ്ങൾ പ്രകൃതിക്കുന്ന പുണ്യവതികളായ സ്ത്രീരത്നങ്ങളെ എന്നും അനുഗ്രഹിക്കുവാനും ഭർത്താവിന്റെ സ്നേഹത്തിനും വിശ്വാസത്തിനും എപ്പോഴും പാത്രീഭവിക്കുവാനും കൃപയരുളണമേ. ദൈവമേ, അങ്ങയുടെ പ്രാർത്ഥന കേട്ടരുളണമേ. അങ്ങയുടെ മക്കളായവർ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അങ്ങയുടെ കൽപ്പനകൾ എപ്പോഴും അനുസരിക്കുവാൻ സഹായിക്കണമേ. ഏകയോഗവൃതരായവർ സ്വഭാവ നൈർമല്യത്താൽ മാതൃകാ ദമ്പതിമാരായി പരിലസിക്കുവാൻ കൃപ നൽകണമേ. സുവിശേഷ ചൈതന്യത്താൽ ശക്തിയാർജിച്ച് സർവജന സമക്ഷം ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനും അനുഗ്രഹിക്കണമേ. സന്താനലാഭത്താൽ ഇവർ അനുഗ്രഹിച്ചാകട്ടെ. ഇവർ പുണ്യസമ്പന്നരായ മാതാപിതാക്കന്മാരാകുവാൻ അനുഗ്രഹിക്കണമേ. പല തലമുറകളിലെ സന്താന പരമ്പര കാണുവാനുള്ള ഭാഗ്യവും ഇവർക്ക് നൽകണമേ. ഇവരിരുവരും ദീർഘായുസ്സുകളായി ജീവിക്കുവാനും ഈ ലോക ജീവിതത്തിനു ശേഷം സ്വർഗരാജ്യത്തിൽ സർവവിശുദ്ധരോടുമൊത്ത് നിത്യാനന്ദം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. അന്ത്യദാനമായി സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവേ അങ്ങ് അപ്പസ്തോലന്മാരുടെ അരുളിച്ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങേ തിരുസഭയുടെ വിശ്വാസം കൺപാർത്ത് അങ്ങയുടെ തിരുവുള്ളത്തിനൊത്തവണ്ണം തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചരുളിയാലും എന്നെന്നും ജീവിക്കുവാനുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങനെ വെണ്ണെഴുന്നള്ളാൻ വേണ്ട യോഗ്യത എനിക്കില്ല. അങ്ങോട്ട് കൽപ്പിച്ചാൽ മതി, എൻ്റെ ആത്മാവ് ഉണ്ടാകും. Ni
ദൈവമേ, അങ്ങയുടെ ദിവ്യ പരിപാലനത്തിൽ സ്ഥാപിതമായ വൈവാഹിക ബന്ധത്തെ ഈ ദിവ്യബലിയുടെ ഫലമായി കാരുണ്യപൂർവ്വം കാത്തുപാലിക്കണമേ. വിവാഹ കൂദാശ വഴി അങ്ങ് സംയോജിപ്പിച്ച ഇവരെ ഒരേ അപ്പം ഭക്ഷിക്കുകയും ഒരേ പാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ അങ്ങ് അനുവദിക്കുകയും ചെയ്ത ഇവരെ തികവുറ്റ സ്നേഹത്തിൽ എന്നും നിലനിർത്തണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. സർവശക്തനായ പിതാവ് നിങ്ങളെ പാവന സ്നേഹബന്ധത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലും കുടുംബത്തിലും എന്നും നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ. സന്താനങ്ങളിൽ നിങ്ങൾ അനുഗ്രഹീതരാവുകയും ആശ്വാസമരുന്ന ആത്മസുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാവുകയും എല്ലാവരുമായി സൗഹൃദം പുലർത്തുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ ലോകസമക്ഷം ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളായി പരിലസിക്കുകയും അവശ്യർക്കും ആർത്തർക്കും നിങ്ങളെപ്പോഴും ആശ്വാസവും ആശ്രയവുമായിരിക്കുകയും അവർ സ്വർഗീയ ഭവനത്തിൽ നിങ്ങളെ കൃതജ്ഞതാപൂർവ്വം സ്വാഗതം ചെയ്യുവാൻ ഇടവരുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ പോയി ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ആകാശങ്ങളിൽ വാഴും തിരുത
Committee elect to lighting the candle first. Next, I invite the bride and groom to lighting the unity candle. നമ്മുടെ ഈ ആഘോഷങ്ങളുടെ അവസാന നിമിഷത്തിലേക്ക് നമ്മൾ അനുവദിക്കുകയാണ്. ഈ നവദമ്പതിമാരുടെ ജീവിതം ധന്യമാകുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ കേക്കും വയലും ആശീർവദിക്കാം. ഇന്ന് അവർ സ്വീകരിച്ച ഈ സ്നേഹത്തിൻ്റെ കൂതാശ പൂർവാധികം സ്നേഹത്തോടുകൂടെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹം, marriage, the sacrament of love. What is love? Love is a decision to extend oneself in order to nurture the overall growth of the other as other. Love is a decision to extend oneself. So you have decided to extend yourself to him, and he has decided to extend himself to you. It's a mutual extension of your love, your life. So with that prayer, let us bless this cake and wine in honor of this newly married couples. Glory to the Father, Son, and the Holy Spirit. Our Father, who art in heaven, hallowed be thy name. Thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread. Forgive us our trespasses, as we forgive those who trespass against us. And lead us not into temptation, but deliver us from evil. Bless us, Lord, with everything we are going to take from your bounty, and those the cake and wine we are going to share. Glory to the Father, Son, and the Holy Spirit. Amen. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. I was afraid that maybe you thought you were above me, that I was only fooling myself to think you loved me. But then tonight you said you couldn't live without me, that around about me you wanted to stay. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Congratulations and jubilations. I want the world to know I'm happy as can be. I want the world to know
as can be. बदमाश दिल यूं तुझसे जुड़ा, बदमाश दिल
this Prince song inside my head. Hands up if you're down to get down tonight, 'cause it's always a good time. Slept in all my clothes like I didn't care. Hopped into a cab, take me anywhere. I'm in if you're down to get down tonight, 'cause it's always a good time. Good morning and good night. I wake up at twilight. It's gonna be alright. We don't even have to try. It's always a good time. It's always a good time. We don't even have to try. It's always a good time.
you. Yeah, whatever it takes to get there. No, I won't drop you like everybody else does.